ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കുറച്ച് സമയം നമുക്ക് പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയെ എന്തുമാത്രമാണ് ദൈവം സ്നേഹിച്ചത്, പരിശുദ്ധ അമ്മയെ ഈശോ എന്തുമാത്രമാണ് സ്നേഹിച്ചത്. ഈ അമ്മയെ നമുക്കും സ്നേഹിക്കണ്ടേ, നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കണ്ടേ? ഇന്നത്തെ ഈ വചന സന്ദേശം കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനും, അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ക്ഷണിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് എല്ലാം പരിശുദ്ധ അമ്മയെ ക്ഷണിക്കണം. ഈ ശുശ്രൂഷയുടെ ഈ സമയം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നമുക്ക് പ്രത്യേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച അത്രയും ഈ ലോകത്ത് ഒരാൾക്കും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്നേഹിച്ചു പോയോ എന്നൊരു വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈശോ സ്നേഹിച്ച അത്രയും പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കും. അതൊരു അമ്മയും മകനും തമ്മിലുള്ളൊരു ബന്ധം എന്നതിലപ്പുറം കാണാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഈശോയെ അന്വേഷിച്ച് വന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് കർത്താവ് അരുളി ചെയ്ത വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കർത്താവ് പറയുന്നത്, ദൈവവചനം അനുസരിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. ദൈവവചനം അനുസരിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എല്ലാം. അപ്പോൾ കർത്താവ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ. എന്തായിരിക്കും? അമ്മയും മകനും എന്നതിലപ്പുറം വലിയ ഒരു സ്നേഹം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈശോയ്ക്കുണ്ട്. കാരണം ഈശോ ആഗ്രഹിച്ചതെല്ലാം, പിതാവ് ആഗ്രഹിച്ചതെല്ലാം, പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതെല്ലാം, വെളിപ്പെട്ട് കിട്ടിയതെല്ലാം പരിശുദ്ധ അമ്മ 100% അനുസരിച്ച ആളാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഇത്രയും സ്നേഹം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എടുത്ത് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി മാറ്റി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാക്കി മാറ്റി. അതായത് സ്വർഗത്തിനും ഭൂമിയിലും അധികാരം കൊടുത്തു. അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ഒരു സാധാരണ സ്ത്രീയെ ദൈവം ഉയർത്തി. ഇത് സാധാരണ സ്ത്രീ അല്ല. നമുക്കറിയാം, നമ്മൾ ലുത്തിനെ ചെല്ലുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട് സഹോദരങ്ങളെ. സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് ദൈവം ഈ അമ്മയെ ഉയർത്തി. നമുക്ക് ആനന്ദിക്കാം. അത്ര നല്ല അമ്മയാണ് ഈശോയുടെ അമ്മ. എനിക്ക് അമ്മയെ എന്ന് വിളിക്കാൻ അത്രയും വലിയ സ്വാതന്ത്ര്യം ഈശോ നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗ്യമാണ്. അതിലപ്പുറം എൻ്റെ സഹോദരങ്ങളെ, വലിയൊരു രഹസ്യം അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ വാതിലെ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയായി അമ്മയെ ഉയർത്തിയ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ഒരു രഹസ്യം, വലിയ ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയെപ്പറ്റി നമുക്കറിയാം. യെശയ്യായുടെ പുസ്തകം 55-ാമത്തെ അധ്യായം 8ഉം 9ഉം തിരുവചനങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴി പോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ തന്നെയാണ് എൻ്റെ ചിന്തകളും വഴികളും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വാതിലാകണം, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയാകണം എന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവം അത്രയും പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് സഹോദരങ്ങളെ. സ്വർഗത്തിൻ്റെ വാതിലാക്കി പരിശുദ്ധ അമ്മയെ ഉയർത്തിയതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. സ്വർഗത്തിന് ഇനി ഒരു വാതിലുണ്ടോ? സ്വർഗത്തിനൊരു വാതിലുണ്ട്. ഈശോ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലെന്ന് നമുക്ക് വിളിക്കാം. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഈശോ പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിലേക്ക് വന്നതുപോലെ ലോകത്തിലുള്ള എല്ലാവരും ഈശോയിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ പോകണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് എന്ന് പറയുന്ന വലിയ വിശുദ്ധൻ പറയുന്നുണ്ട്.
പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു സഹോദരൻ, സ്വർഗത്തിനൊരു വാതിലുണ്ടോ? ഇങ്ങനെ അല്ലാതെ വേറൊരു വാതിലുണ്ടോ? അങ്ങനെ ഉൽപ്പത്തിയുടെ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ സഹോദരങ്ങളെ, ഒരു വാതിലിനെ പറ്റി അവിടെ പറയുന്നുണ്ട്, ഒരു കവാടം. വചനം എങ്ങനെയാണ് പറയുന്നത്? 3-ാമത്തെ അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാമത്തെ തിരുവചനം. മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കാൻ ഒരു വഴിയുണ്ട്, ഒരു വാതിലുണ്ട്. ഏദെൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. കെരൂബുകളുടെ ഒരു കാവല് ആ വാതിലിനുണ്ട്. 2, എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. അതായത് എല്ലാ വശത്തേക്കും കറങ്ങുന്ന ഒരു വാള്. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ വാതിലെന്നോ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നോ വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയ ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കുകയാണ്, ചെറുതായിട്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിനൊരു വാതിലുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴി ഇനി അടഞ്ഞുപോയി. കാരണം 4 വശത്തേക്കും കറങ്ങുന്ന ഒരു തീ ജ്വലിക്കുന്ന ഒരു വാളും പിന്നെ കെരൂബുകളും അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഒരാൾക്കും ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് അവർ അവിടെ നിന്ന് പുറത്തു പോയത്? നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു ഹവ്വ, ഒരു ആദം, ഒരു സർപ്പം, 3 പേരും കൂടി യോജിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു 2 മനുഷ്യരും ഒരു സർപ്പവും ഒരു സാത്താനും യോജിക്കുന്ന ഒരു അവസരമുണ്ടായി. ആ അവസരം ഉണ്ടായപ്പോൾ സ്വർഗം അവരിൽ നിന്ന് അകറ്റപ്പെട്ടു. ഒരു കുടുംബത്തിൽ ഒരു കുടുംബം സാത്താനുമായി യോജിച്ചു കഴിഞ്ഞാൽ ആ കുടുംബം സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടും. 2 വ്യക്തികൾ, 2 കൂട്ടുകാർ ഒന്നിച്ച് സാത്താനുമായി ഒന്നിച്ചു കഴിഞ്ഞാൽ ആ 2 കൂട്ടുകാരും ആ സർപ്പവും സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ആരൊക്കെ ഇവനുമായിട്ട് സംസർഗം പുലർത്തി ഒന്നാകുന്നുവോ അവർക്ക് സ്വർഗരാജ്യം, ഏദെൻ തോട്ടം അന്യം നിന്ന് പോകും, അകറ്റപ്പെടും അവരിൽ നിന്ന്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ അകറ്റപ്പെട്ട് ആദം ഹവ്വയും സ്വർഗരാജ്യത്തിൽ നിന്ന്, ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തൊരു വിഷമമുള്ള കാര്യമാണ്. ദൈവത്തിന് വലിയ വേദന തോന്നിയ സമയമാണ്. ദൈവം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ പുറത്തു പോകുമെന്ന് പറഞ്ഞ് പുറത്താക്കിയതല്ല. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്ന ഒരു കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. വിശുദ്ധ അക്വിനാസ് പുണ്യാളം പറയാ, സ്നേഹം എന്നാൽ നീതി ഇല്ലാത്തതല്ല. ശ്രദ്ധിക്കണം നമ്മൾ, സ്നേഹം എന്നാൽ നീതി ഇല്ലാത്തതല്ല. ലവ് ഈസ് നോട്ട് ജസ്റ്റിസ് സസ്പെൻഡഡ്. സ്നേഹം എന്ന് പറഞ്ഞാൽ നീതി അങ്ങോട്ട് കംപ്ലീറ്റ് മാറി നിൽക്കുന്നതല്ല സ്നേഹം. ദൈവം നീതിമാനാണ്, നീതിയോടെ അവിടെ നിന്ന് പ്രവർത്തിക്കുകയുള്ളൂ. നമുക്ക് വലിയൊരു വിശ്വാസമുണ്ട്, ദൈവം നീതിമാനാണെന്നുള്ള വലിയൊരു വിശ്വാസം. അങ്ങനെ ആദം ഹവ്വയും അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഏദെൻ തോട്ടത്തിൽ നിന്ന് സർപ്പവും എല്ലാവരും പുറത്താക്കപ്പെടുകയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയൊക്കെ കൂടി. അതുകൊണ്ടാണ് ഏദെൻ തോട്ടത്തിൽ ഒരൊറ്റ പാപത്തിനാൽ അവർ പുറത്താക്കപ്പെട്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവവചനം പറയുക, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. അതിൻ്റെ കാരണം എന്നാ? കാരണം അവൻ്റെ ഉള്ളിൽ തിന്മയും ചിന്തകളിലും ഭാവനയിലുമൊക്കെ തിന്മ നിറഞ്ഞു എന്ന് വചനം പറയുകയാണ്. അങ്ങനെയാണ് ഏദെൻ തോട്ടത്തിൽ നിന്ന് ആദം ഹവ്വയൊക്കെ പുറത്താക്കപ്പെടുന്നത്. അവിടെ കറങ്ങുന്നൊരു വാളും ദൈവം സ്ഥാപിച്ചത്. ദൈവം നീതിമാനായതുകൊണ്ടും മനുഷ്യൻ്റെ ഹൃദയം, ചിന്ത, ഭാവന തിന്മയാൽ നിറഞ്ഞതുകൊണ്ടുമാണ് ഏദെൻ തോട്ടത്ത് അതിനുള്ളിലേക്ക് പ്രവേശനം മനുഷ്യന് ദൈവം നിഷേധിച്ചത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത് ഇന്നും സംഭവിക്കും കേട്ടോ. ഇന്നും ഇതിനപ്പുറം ഒന്നല്ല. ദൈവം അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പാപം കൊണ്ട് നമുക്ക് ഏദെൻ തോട്ടം നഷ്ടമായി. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയാൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ഒരു മാരകപാപം കൊണ്ട് ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച, ഒരു പാപം അതുവരെ ചെയ്യാത്ത ആദത്തെയും ഹവ്വയെയും പുറത്താക്കിയെങ്കിൽ വേറൊരു മാരകപാപം കൊണ്ട് നമ്മളെയും പുറത്താക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതിയേക്കരുത്. എന്നാൽ കുരിശിൻ്റെ ചുവട്ടിൽ, കുരിശിൽ കർത്താവ് ഇടതുവശത്ത് കിടന്ന കള്ളനെ അവഗണിച്ചു, വലതുവശത്ത് കിടന്ന കള്ളനെ, ഒരേ പാപം ചെയ്തവർ 2 പേരും ഒരുവനെ സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷയുള്ളവരായിരിക്കണമെന്നും വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്ന ഒരു കാര്യം,
ഏദൻ തോട്ടത്തിൽ നിന്ന് നമുക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനുള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റാതെയായി. അവിടെ ഒരു വാതിലുണ്ട്, ഒരു വാളുണ്ട്, കെരൂബുണ്ട്. ഇനി ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഒരു സ്ത്രീ മൂലമാണ് പാപം ഈ ലോകത്തേക്ക് പ്രവേശിച്ചത്. ഒരു പുരുഷൻ മൂലമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മളെല്ലാവരും പുറത്താക്കപ്പെട്ടത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി ഒരു സ്ത്രീ മൂലം തന്നെ അത് തിരിച്ചു വരണം. ഒരു സ്ത്രീ മൂലം തന്നെ അത് തിരിച്ചു വരണം. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ചിന്ത മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നതെന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു. ഇതെവിടെയാണ് നമുക്കിത് വ്യക്തമാക്കി വെളിപ്പെട്ട് കിട്ടുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് വെളിപ്പെട്ട് കിട്ടുകയാണ് സഹോദരങ്ങളെ. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായത്തിൽ കർത്താവിൻ്റെ ജനനത്തിന് ശേഷം പരിശുദ്ധ അമ്മ ഈശോയെ എടുത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ വിശുദ്ധരിൽ വിശുദ്ധനായ ശിമയോൻ എന്ന് പറയുന്നു പ്രവാചകൻ. അത് ഈശോയെ പ്രതീക്ഷിച്ച ആ മനുഷ്യൻ അവിടെ ജീവിക്കുകയാണ്. ഈശോയെ കണ്ടിട്ടേ മരിക്കുകയുള്ളൂ. അങ്ങനെ വലിയൊരു പ്രവാചകൻ അവിടെ ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഒരു പ്രവാചികയുണ്ട്. ആ പ്രവാചകൻ കർത്താവിനെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയത്തിലൂടെ പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട്, ഈശോയെ സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് ഈ പ്രവാചകൻ, ശക്തനായ ഈ പ്രവാചകൻ ശിമയോൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറുകയും ചെയ്യും. ഈ വാള് എൻ്റെ സഹോദരങ്ങളെ, ഒരു വാൾ നിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറും. ഏത് വാളിനെ പറ്റിയാണ് കർത്താവ്, ഏത് വാളിനെ പറ്റിയാണ്? നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വ്യാഖ്യാനം ഏത് വാളാണെന്നറിയാവോ? സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് പിതാവായ ദൈവം ഒരു വാൾ സ്ഥാപിച്ചു, 4 വശത്തേക്കും കറങ്ങുന്ന ഒരു വാൾ. ഒരു സ്ത്രീ മൂലമാണ് ഒരു വാൾ അവിടെ സ്ഥാപിക്കപ്പെട്ടത്. ആ വാള് ഒരു സ്ത്രീ മൂലം തന്നെ ദൈവം എടുത്ത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം എൻ്റെ സഹോദരങ്ങളെ, ഈ തുളച്ചു കയറിയ 4 വശത്തേക്കും കറങ്ങുന്ന ഈ വാള് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ തുളച്ചു കയറി. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഇപ്പോഴും നമുക്കറിയാം, പല പള്ളികളിലും വ്യാകുല മാതാവിൻ്റെ പള്ളികളിൽ 7 വാള് ഇങ്ങനെ തുളച്ചു കയറുന്ന 7 വ്യാകുലങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുകയാണ് സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പറുദീസയുടെ വാതിലേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ട്. ആ പറുദീസയുടെ വാതിലിൽ ദൈവം സ്ഥാപിച്ച വാള് സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ വാതിലായി തീർന്നത്. മാലാഖമാരുടെ രാജ്ഞിയായിട്ട് അവൾ മാറി. ദൈവം മാലാഖമാരുടെ രാജ്ഞിയാക്കി കെരൂബിനെ അവിടെ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ആ കെരൂബ് ആര് പറഞ്ഞാൽ കേൾക്കും? മാലാഖമാരുടെ രാജ്ഞി പറഞ്ഞാൽ ആ കെരൂബ് കേൾക്കും. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലാക്കി പരിശുദ്ധ അമ്മയെ, കന്യകാ മാതാവിനെ ഈശോ ഉയർത്തുകയാണ്. ഈശോ ഉയർത്തുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ വാതിലാക്കി ഉയർത്തുകയാണ്. അപ്പം ഇനി എൻ്റെ സഹോദരങ്ങളെ, ഈ വാള് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വ്യക്തി, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയാൻ കാരണം 3 പേരെ ദൈവം ആദിപാപം കൂടാതെ സൃഷ്ടിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ 2 പേരെയും, ആദം ഹവ്വ, പിന്നെ പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചതിൽ ഉത്ഭവപാപമില്ലാതെ സൃഷ്ടിച്ച 3 പേര്. അപ്പോൾ അതിൽ പരിശുദ്ധ കന്യകാമാതാവ് മാത്രമാണ് ദൈവസന്നിധിയിൽ ദൈവത്തിന് ഏറ്റവും ആനന്ദമാകുന്ന രീതിയിൽ. ദൈവം 2 പേരെ സൃഷ്ടിച്ചിട്ട് വളരെയധികം വിഷമിക്കേണ്ടി വന്നു. വചനം പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു എന്ന്. പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടാകും, ഒരുപക്ഷെ ഞാൻ ആനന്ദിക്കുന്നു. യേശു ആത്മാവിൽ ആനന്ദിച്ചില്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ആത്മാവിൽ ആനന്ദിച്ചു എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ നോക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഒരുപക്ഷെ ഒരുപാട് ആനന്ദിച്ചിട്ടുണ്ടാകും. കാരണം പറുദീസയുടെ വാതിലാകാൻ അവരുടെ ഹൃദയം പൂർണ്ണമായി ചിന്തയിലോ ഭാവനയിലോ പ്രവൃത്തിയിലോ ഒരു പാപം പോലും ചെയ്യാതെ പരിശുദ്ധ അമ്മ നിന്നു. അതൊരു വാള് തന്നെയാണ് സഹോദരങ്ങളെ. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അമ്മ. നിന്റെ ഹൃദയത്തിലൂടെ
ഒരു വാൾ തുളച്ചു കയറും എന്ന് ശിമയോൻ പ്രവചിച്ചത് ഏറ്റുവാങ്ങിയ അമ്മ പറുദീസയിലെ ഈ വാതിലായി പരിശുദ്ധ അമ്മ മാറി. അതുകൊണ്ട് എന്താ ഇന്ന് നമുക്കുള്ള പ്രസക്തി? എന്താ? വലിയൊരു പ്രസക്തിയുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ പറുദീസ നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പറുദീസ നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിയേണ്ടത് ഈ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. ഞങ്ങൾ എപ്പോഴും ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സംഘടനയെ പറ്റി കോട്ടയം സെമിനാറിൽ പഠിച്ച എല്ലാവരും വാതോരാതെ സംസാരിക്കും. കാരണം ഞങ്ങളെല്ലാവരും ആ ഫ്രട്ടേണിറ്റിയിൽ അംഗങ്ങളായിരുന്നു പലരും. അപ്പം ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീസസ് ഫ്രട്ടേണിറ്റി ഞങ്ങൾ ജയിലുകൾ സന്ദർശിക്കാനായിട്ട് പോകാറുണ്ട്. ജയിലുകൾ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ജയിൽ അധികൃതർ ഞങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കാറുണ്ട്. അത് പറുദീസയൊന്നുമല്ല, കഷ്ടപ്പാടിൻ്റെയൊക്കെ സ്ഥലമാണ്. പക്ഷേ വാതിൽ അടയ്ക്കപ്പെടാറുണ്ട്. പലപ്പോഴും വാതിൽ അടയ്ക്കപ്പെടാറുണ്ട്. രക്ഷയില്ല, കടത്തില്ല, എന്തിനാണ് നിങ്ങൾ വന്നേക്കുന്നതെന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങൾക്കുള്ള നിർദ്ദേശം ഇതാണ്: ഒരിക്കലും അവരുമായി വാദപ്രതിവാദത്തിനോ അവരുമായി ദേഷ്യപ്രകടനങ്ങൾക്കോ ഒന്നും പോകാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മൾ സ്വർഗത്തിൻ്റെ വാതിലെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് എല്ലാവരും, ഞങ്ങളൊരു 10-12 പേരൊക്കെ കാണുമായിരിക്കും, എല്ലാവരും ഇരുന്ന് കൊന്ത ചെല്ലണം. അപ്പം ഞങ്ങൾ കൈയൊക്കെ കോർത്ത് പിടിച്ച് കൊന്ത ചെല്ലും. അല്ലെങ്കിൽ വട്ടത്തിൽ നിന്ന് ജപമാല എല്ലാവരും പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊന്ത ചെല്ലും. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ, ഒരു ജയിലിലേക്ക്, ഏത് ജയിലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ജയിലിലേക്ക് ഞങ്ങളിങ്ങനെ പോയ സമയം ഞാൻ ഓർക്കുകയാണ്. ആ ജയിലിൽ ഞങ്ങളെ കടത്തിയില്ല. ഞങ്ങൾ പുറത്ത് നിൽക്കുക. ഞങ്ങൾ ചമ്മാച്ചന്മാർ, അച്ഛന്മാരാവാൻ പഠിക്കുന്ന ആളുകൾ, ഞങ്ങൾ പുറത്തു നിന്നു. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല, തർക്കിക്കാൻ പോകാൻ പാടില്ല. ആ വചനം പറയുന്നില്ല ഏശയ്യായുടെ പുസ്തകത്തിൽ, അവൻ വാദപ്രതിവാദങ്ങൾക്ക് പോകില്ല, അവൻ്റെ സ്വരം നീ തെരുവീതികളിൽ കേൾക്കില്ല. അവൻ അങ്ങനെയല്ല ക്രിസ്തു. അതുപോലെ തന്നെ ആയിരിക്കണം ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള എല്ലാവരും. അപ്പം ഞങ്ങൾ ആ റോട്ടിൽ, ആ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ വട്ടത്തിൽ നിന്ന് കൊന്തയെല്ലാം തുടങ്ങി സഹോദരങ്ങളെ. അങ്ങനെ എല്ലാവരും ഇരുന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വാതിലാണ് അത്. ഞങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളും കുറച്ച് കലാപരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവരെ കാണാൻ പോകുന്നത്. പിന്നെ ഇവരോട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, ജപമാല ചൊല്ലി. ജീസസ് ഫ്രട്ടേണിറ്റിയിലെ അംഗമായിട്ടുള്ള എല്ലാ വൈദിക സഹോദരങ്ങളും ഇതിനെപ്പറ്റി പറയും. കാരണം അത്രയും അനുഭവമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിയുമ്പോൾ ആ പോലീസ് സഹോദരങ്ങൾ ആ കിളിവാതിലോട് നോക്കിയിട്ട് പറയും, ഇങ്ങോട്ട് വന്നേ പറഞ്ഞ് ഞങ്ങളെ വിളിക്കും. ഞങ്ങളങ്ങോട്ട് ചെല്ലും. ഞങ്ങൾ പറയും, അധികം സമയമൊന്നുമില്ല കേട്ടോ, 1 മണിക്കൂറിനുള്ളിൽ എല്ലാം അവസാനിപ്പിച്ച് പോയേക്കണം. ഞങ്ങൾ വലിയ സന്തോഷത്തോടെ അകത്തി കയറും. കണ്ടോ, അടഞ്ഞു പോയ വാതിലുകളൊക്കെ എൻ്റെ സഹോദരങ്ങളെ തുറക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം അടഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൊന്തെടുത്ത് മുട്ടിമേൽ നിന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചോ. സ്വർഗത്തിൻ്റെ വാതിലാണ് പരിശുദ്ധ അമ്മ, അത് തുറക്കപ്പെടും. കാരണം ഹൃദയത്തിൽ വാള് കയറി സ്വർഗത്തിൻ്റെ വാതിലായി നിന്നവളാണ് ആ അമ്മ. ആ അമ്മയിലൂടെ മാത്രമേ എൻ്റെ സഹോദരങ്ങളെ ഈശോയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈശോയുടെ സ്ഥാനം ഒരു നിലയ്ക്കും കളയുന്നതല്ല ഇത്. ഈശോയുടെ പദ്ധതിയാണ്, ഈശോയുടെ ഇഷ്ടമാണ്, ഈശോയുടെ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ ആ വാതിലങ്ങോട്ട് തുറന്നു, ജയിലിൻ്റെ വാതിൽ തുറന്നു. ഞങ്ങൾ അകത്ത് പോയി, ഞങ്ങൾ പരിപാടികളൊക്കെ അവതരിപ്പിച്ച് കുറച്ച് 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ആ സൂപ്രണ്ട് വന്ന് ഞങ്ങളോട് പറയാറുണ്ട്, അച്ചോ സാറേ, പിള്ളേരെ, മക്കളെ, കുറച്ച് നേരം കൂടി നിങ്ങൾ പരിപാടി ചെയ്തു. വലിയ അനുഭവങ്ങൾ കർത്താവ് പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വീഞ്ഞ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരമ്മയുണ്ട് നമുക്ക്, സ്വർഗത്തിൻ്റെ വാതിൽ. ആ അമ്മ പറയും ഈശോയുടെ അടുത്ത്, ഈശോയെ അവർക്ക് വീഞ്ഞില്ല. അവരുടെ വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയ പോലെയാണ്. ഈശോയെ നീ ഇടപെടണം മോനെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ വാതിൽ പറഞ്ഞാൽ, സ്വർഗത്തിൻ്റെ രാജ്ഞ പറഞ്ഞാൽ ഈശോയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈശോ അത് ചെയ്യും. അത് ഈശോയും അമ്മയും തമ്മിൽ അത്രയും ഗാഢമേറിയ ബന്ധമാണ്. അമ്മയും മോനും, സാധാരണ അമ്മയും മോനും അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് കേട്ടോ. ഇത് അതിനേക്കാളൊക്കെ വളരെ 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 വലിയൊരു ബന്ധമാണ് പരിശുദ്ധ കന്യകാമാതാവും നമ്മുടെ കർത്താവായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. സഹോദരങ്ങളെ, ഈ അമ്മയെ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ക്ഷണിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഈശോയും അവൻ്റെ ശിഷ്യന്മാരെയും അവൻ്റെ അമ്മയെയും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഈ അമ്മയെ ഒന്ന് ക്ഷണിക്കാം. അമ്മ വാ. സ്വർഗത്തിൻ്റെ വാതിലൊക്കെ ഞങ്ങളുടെ അടഞ്ഞു പോയിട്ടുണ്ട്, പറുദീസയുടെ വാതിൽ അടഞ്ഞു പോയിട്ടുണ്ട്. അമ്മ വഴിയേ ഇനി കയറാൻ പറ്റുള്ളൂ. കാരണം ആ വാതിലിൽ വാള് ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ കടക്കാതെ അതിനുള്ളിലേക്ക് കടക്കാൻ ദൈവം അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്ന കാര്യമാണ്, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്കതിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം, നമ്മുടെ കുടുംബത്തെ വിട്ടുകൊടുക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർ വിട്ടുകൊടുക്കാം. വിശ്വാസത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കാം നമ്മുടെ കുടുംബത്തെ. പരിശുദ്ധ അമ്മയുടെ കൂടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. അമ്മേ, സ്വർഗത്തിൻ്റെ വാതിലായ അമ്മേ, പറുദീസയുടെ വാതിൽ 4 വശത്തേക്കും കറങ്ങുന്ന വാള് സ്ഥാപിച്ച് അടയ്ക്കപ്പെട്ടിരുന്ന ഒരു ദിവസം ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും വഴി. എന്നാൽ അനേക വർഷങ്ങൾക്ക് ശേഷം ആ വാതിൽ തുറക്കപ്പെടുകയാണ്. ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് വാള് കയറിയും 2ാമത്തെ ആദമായ ക്രിസ്തു കുരിശിൽ മരിച്ചും ഈ അമ്മയും മകനും ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ഈ സ്വർഗത്തിൻ്റെ വാതിൽ, പരിശുദ്ധ അമ്മയാണ് ആ വാതിലായി മാറിയത്. അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അമ്മയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. അമ്മ വരണമേ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ ജപമാല ചെല്ലാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അമ്മ വരണമേ, വാതിൽ തുറന്നു തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.